ഉണ്ടിരിക്കുന്ന നായർക്കൊരു വിളി തോന്നി എന്ന് പറയുന്നത് ഒരു പഴയ പ്രയോഗമാണ്. ഏതാണ്ട് ഒരു 8-9 ദിവസം മുമ്പാണ് NSSൻ്റെ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായർക്ക് അതുപോലൊരു വിളി തോന്നിയത്. വിളി വന്നത് മറ്റെവിടെ നിന്നുമായിരുന്നില്ല, SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. എന്തായിരുന്നു ആ വിളി? നായാടി മുതൽ നസ്രാണി വരെയുള്ളവർ ഒരുമിച്ച് നിൽക്കണം, നമുക്ക് ഐക്യം വേണം എന്നുള്ള ഒരു ആഹ്വാനമായിരുന്നു. ആ ആഹ്വാനത്തിൻ്റെ ആവേശം ഏറ്റെടുത്ത് വളരെ വൈകാതെ തന്നെ NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു, ഞാനുണ്ട്, നമുക്ക് ഒത്തുപിടിക്കാം എന്ന്. പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അതത്ര പന്തിയല്ല എന്ന് വളരെ വൈകാതെ തന്നെ നായർക്ക് മനസ്സിലായി. ഒടുവിൽ വെള്ളാപ്പള്ളിയുടെ മകനെ ദൂതുമായി ഐക്യസന്ദേശവുമായി അങ്ങ് പെരുന്നയിലേക്ക് അയക്കാൻ വെള്ളാപ്പള്ളി തീരുമാനിച്ചിടത്താണ് അതിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന തോന്നലിലേക്ക് സുകുമാരൻ നായർ എത്തിച്ചേരുന്നത്. പിന്നെ വലിയ ഓട്ടമായി, വെപ്രാളമായി, വളരെ പെട്ടെന്ന് തന്നെ NSSൻ്റെ ഉന്നതാധികാര സമിതി യോഗം വിളിച്ചുകൂട്ടലായി. ഒടുവിൽ അതാ വരുന്നു പ്രഖ്യാപനം, ആ തരത്തിലുള്ളൊരു ഐക്യത്തിന് ഞങ്ങളില്ല, അതിൽ ഞാൻ രാഷ്ട്രീയം സംശയിക്കുന്നു, BJPയുമായുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ സൃഷ്ടിയാണ് ഈ ഐക്യ ആഹ്വാനം എന്ന ഒരു തോന്നലിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നു, ആ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നു എന്ന് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് കൂടി സ്വീകരിച്ചുകൊണ്ട് NSS നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യ ആഹ്വാനത്തിൽ നിന്ന്, പ്രത്യേകിച്ച് SNDPയും NSSും തമ്മിലുള്ള ഐക്യ കാഹളത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് പിന്നീടുണ്ടായത്. എന്തായാലും കേരള രാഷ്ട്രീയം ഇപ്പോൾ ഒരു വലിയ നെടുവീർപ്പിടുകയാണ്. വളരെ പണ്ട് ആർശങ്കറിൻ്റെയൊക്കെ കാലത്താണ് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഐക്യാഹ്വാനം നമ്മൾ കേരള ജനത കേൾക്കാൻ തുടങ്ങിയത്. പക്ഷേ അതൊരു കാലത്തും അങ്ങ് ഉറച്ചില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 10 ദിവസം മുമ്പ് വന്ന ഐക്യാഹ്വാനം വന്നപ്പോഴും പലരും നെറ്റി ചുളിച്ചിരുന്നു, ഇതെങ്ങനെ നടക്കാനാണ്, നടക്കാൻ സാധ്യതയില്ല. സാധ്യതയൊക്കെ ചിലർ പറഞ്ഞിരുന്നു, സംവരണത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ NSSും SNDPയും ചേരുന്നതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള തരത്തിലൊക്കെ ആളുകൾ സംസാരിച്ചിരുന്നു. പക്ഷേ അതൊന്നുമല്ല കാര്യം. ഇതിനകത്തൊരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് വെള്ളാപ്പള്ളി ഇത്തരത്തിൽ മകനെ ഐക്യ കാഹളവുമായി സന്ദേശവാഹകനായി പെരുന്നയിലേക്ക് അയച്ചത് എന്ന തിരിച്ചറിവിലേക്കാണ് പെട്ടെന്ന് തന്നെ NSSൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കളെല്ലാം എത്തിച്ചേർന്നത്. ഇനി NSSൻ്റെ ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായഗതിയാണോ, അതല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് വിളിച്ചപ്പോൾ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് നായരെ കൊണ്ട് തിരുത്തിച്ചതാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും 10ാം നാൾ കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞു. ഇനി ഞങ്ങൾ അങ്ങനെ ഒരു ഐക്യത്തിനില്ല എന്ന് NSS പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങൾ ശരിദൂരമാണെന്നോ സമദൂരമാണെന്നോ പഴയ പല്ലവിയിലേക്ക് അവർ മടങ്ങി വന്നിരിക്കുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിൽ സാമുദായികമായ ഭിന്നിപ്പുണ്ടാക്കുന്നതിനു വേണ്ടി BJP പ്രയോഗിച്ച കുടിലതന്ത്രത്തെ വളരെ വൈകാതെ NSSൻ്റെ ഏറ്റവും ഉയർന്ന നേതൃത്വവും അതിൻ്റെ ജനറൽ സെക്രട്ടറിയും തിരിച്ചറിഞ്ഞു എന്നത് വളരെ നല്ല കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ നിരന്തരം വിദ്വേഷ വാക്കുകൾ മാത്രം ഉച്ചരിച്ചു പോന്ന, ഉരിയാടിപ്പോന്ന വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം പണിയെടുക്കുന്നത് എന്ന് നേരത്തിന് അന്നം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് എന്തേ മനസ്സിലാക്കാൻ NSSൻ്റെ ഉന്നതാധികാരിക്ക് വൈകിപ്പോയി എന്ന ചോദ്യം മാത്രമേ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൂ. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, NSS അതിൻ്റെ കഴിഞ്ഞ കാല ചരിത്രത്തിലേക്ക്, അതിൻ്റെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. പെട്ടെന്നുണ്ടായ ഒരു വിഭ്രമത്തിൽ നിന്ന് NSS മോചിതമായിരിക്കുന്നു. അതിനൊരു പക്ഷേ പത്മഭൂഷണും കൂടി കാരണമായിട്ടുണ്ടാകാം. കാരണം ഒരു കാലത്തുമില്ലാത്ത തരത്തിൽ സംസ്ഥാനത്തെ CPM നേതൃത്വത്തിനും ദേശീയ തലത്തിലെ BJP നേതൃത്വത്തിനും ഒരുപോലെ സ്വീകാര്യനായ ഒരാളായി SNDPയുടെ ജനറൽ സെക്രട്ടറി മാറുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു. സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശിച്ച പേരുകളിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പേരുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട പേരായിരുന്നുവെങ്കിൽ അത് സ്വീകരിക്കുന്നതിനും അദ്ദേഹത്തിന് ആ പത്മഭൂഷൺ അനുവദിക്കുന്നതിനും ഒരു പട്ടിക്ക് പോലും വേണ്ടാത്തതാണ് പത്മഭൂഷൺ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് താൻ ഒരിക്കലും സ്വീകരിക്കില്ല എന്നൊക്കെ അദ്ദേഹം വലിയ തോതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് നൽകാൻ BJP നേതൃത്വം കൂടി തയ്യാറായപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു സ്റ്റേഷൻ കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു. ഒടുവിലിപ്പോൾ കാര്യത്തിൽ തീരുമാനമായി.
നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുന്ന ആ വാക്കിൽ, ആ പ്രയോഗത്തിലുള്ള പിഴവും പിശകും NSSൻ്റെ ഉന്നത നേതൃത്വത്തിനും അതിൻ്റെ ജനറൽ സെക്രട്ടറിക്കും ബോധ്യമായി. അവരൊടുവിൽ ആ ഐക്യകാഹളത്തിൽ നിന്ന്, ഐക്യശ്രമത്തിൽ നിന്ന് പിന്നോട്ട് പോയതായി പ്രഖ്യാപിക്കുന്ന വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടു. ഇനി കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം.